ഹായ്, അർജു വ്ളോഗ്സിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ക്ഷമ ചോദിച്ചിട്ട് ഈ വീഡിയോ തുടങ്ങാം. കാരണം നല്ല രീതിയിൽ തുടങ്ങിയ ഒരു ട്രാവൽ സീരീസ്, മംഗലാപുരം, ഉടുപ്പി ഒക്കെ ആയിട്ട് തുടങ്ങിയ ഒരു ട്രാവൽ സീരീസ് പാതി വഴിയിൽ ഉപേക്ഷിച്ച് വീട്ടിലേക്ക് തിരിച്ചു വരേണ്ട ഒരു അവസ്ഥ വന്നു, ചില പേഴ്സണൽ റീസൺസ് കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഉടുപ്പി വീഡിയോന് ശേഷം മറ്റൊരു ട്രാവൽ വ്ളോഗ് ഇടാൻ പറ്റിയില്ല. അവിടെ നിന്ന് ഞാൻ മംഗലാപുരത്ത് എത്തിയിട്ട് കുറച്ച് സമയം റെസ്റ്റ് എടുത്തതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ മംഗലാപുരം അതുപോലെ കോഴിക്കോട് ഒക്കെ പ്ലാനിലുണ്ടായിരുന്നു, ഒന്നും അങ്ങോട്ട് നടന്നില്ല. അത് പിന്നീട് ഒരിക്കലാവാം. അപ്പം ഞാൻ ഈ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരിട്ട ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊരു കാഴ്ചകളൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ അല്ല. അപ്പം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ്. തുടർന്ന് കാണാൻ താല്പര്യമുള്ളവർ കാണുക. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്ക് അറിയാത്തൊരു സിറ്റിയായിരുന്നു മംഗലാപുരം. അപ്പോൾ ഞാൻ അവിടെ ഒരു കോസ്റ്റൽ സിറ്റി ആയതുകൊണ്ട് തന്നെ സീ ഫുഡിനൊക്കെ വളരെ ഫേമസ് ആയതുകൊണ്ട് കുറച്ച് ഫേമസ് റെസ്റ്റോറൻറ്റുകളിൽ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ സമയം എനിക്ക് കുറവായിരുന്നു, രാത്രി എനിക്ക് ട്രെയിൻ പിടിക്കണം. അതുകൊണ്ട് കുറച്ച് സമയത്തിനുള്ളിൽ ഒരു നല്ല റെസ്റ്റോറൻറ്റിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 1-2 റെസ്റ്റോറൻറ്റ്സ് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് പോയി. ഞാൻ പറഞ്ഞു വരുന്നത് കുറച്ച് ഹൈ റേറ്റഡ് റെസ്റ്റോറൻറ്റ്സിൻ്റെ കാര്യം കേട്ടോ പറയുന്നത്. അതായത് 3 സ്റ്റാർ 4 സ്റ്റാർ റെസ്റ്റോറൻറ്റ്സ്. അപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഭക്ഷണം ആസ്വദിക്കാൻ വരുന്ന ആളുകൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് അല്ല ലഭിക്കുന്നത്. ഇത് ചിലപ്പോൾ ഒറ്റപ്പെട്ട കാര്യമായിരിക്കാം, എനിക്ക് മാത്രം തോന്നിയ കാര്യമായിരിക്കാം. പക്ഷേ അങ്ങനെ ഒരു സിംഗിൾ പേഴ്സൺ നമ്മളൊരു ഡൈനിങ്ങിന് പോയി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ടേക്ക് അവേ എടുക്കാൻ നിർബന്ധിതരാകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ മാറിയതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം അങ്ങനെയാണെങ്കിൽ റിസർവ് ചെയ്ത് പൊക്കൂടെയെന്ന്. പക്ഷേ റിസർവ് ചെയ്ത് പോയാലും ഒരാളായിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി വി ഹാവ് ടു വെയിറ്റ് എ ലോങ് ടൈം. അപ്പോൾ എനിക്ക് 2 റെസ്റ്റോറൻറ്റ്സുകളിൽ നിന്നും ഉണ്ടായ ഒരു അനുഭവമാണ്. ഞാൻ ഓൾമോസ്റ്റ് 40 മിനിറ്റോളം വെയിറ്റ് ചെയ്തു. അപ്പോൾ അതിനിടയിൽ ഫാമിലിയായിട്ടും അതുപോലെ ഫ്രണ്ട്സായിട്ടൊക്കെ ആളുകൾ വരുന്നുണ്ട്. 3 പേരും 4 പേരൊക്കെ ചേരുന്ന ഗ്യാങ്. അപ്പോൾ അവർക്ക് കൂടുതൽ ഒരു പ്രിഫറൻസ് കൊടുക്കും. ഓട്ടോമാറ്റിക്കലി ബിസിനസ് അവരിൽ നിന്നാണ് കൂടുതലായിട്ട് ലഭിക്കുന്നത് എന്നുള്ള പോയിൻ്റ് ഓഫ് വ്യൂവിലായിരിക്കാം അവർക്ക് കൂടുതൽ പ്രോമിനൻസ് റെസ്റ്റോറൻറ്റ് ടീം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ ഇപ്പോൾ ഒരു പുതിയ സിറ്റിയിലേക്ക് പല എക്സ്പെക്റ്റേഷനോട് കൂടിയല്ലേ വരുന്നത്. അയാൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് അല്ല അവിടെ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു അനുഭവം എനിക്ക് ലഭിച്ചു. ഞാനിപ്പോൾ ഏത് റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊന്നും പറയുന്നില്ല, അതൊന്നും വലിയ കാര്യമില്ല. ഇത് എനിക്കുണ്ടായ ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഒരു 40-45 മിനിറ്റോളം വെയിറ്റ് ചെയ്തു, 2 റെസ്റ്റോറൻറ്റുകളിലായിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി. കാരണം അതിനും മേലെ വെയിറ്റ് ചെയ്യാൻ എൻ്റെ കയ്യിൽ സമയവും ഇല്ല, എനിക്ക് കുറച്ച് ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴും ഗ്യാസ് ഷോർട്ടേജ് ആണ് അവരതിനൊരു കാരണമായി പറയുന്നത്. ഓക്കെ, അതാണ് എനിക്ക് ഏറ്റവും അതിനകത്ത് ഒരു ചിരിക്കുന്ന ഒരു സംഭവം, അതായത് ഒരു തമാശയെ തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്യാസ് ഷോർട്ടേജ് കാരണമാണ് സാർ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഗ്യാസ് ഷോർട്ടേജ് എന്ന് പറയുന്നൊരു കാരണം ഒരിക്കലും ഒരു സിംഗിൾ പേഴ്സൺ ഡൈനിങ്ങിനെ മാത്രം എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമല്ല, അല്ലേ? ഒരു ബഞ്ച് ഓഫ് പീപ്പിൾ വരുമ്പോഴും ഇതിനേക്കാൾ കൂടുതൽ അതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായിടത്തോളം റെസ്റ്റോറൻറ്റ്സ് ഇതൊക്കെ ഞാൻ പറയുന്നത് വലിയ വലിയ റെസ്റ്റോറൻറ്റ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ നമുക്കൊരു സാധാരണ ഒരു തട്ടുകടയിലോ അല്ലെങ്കിൽ ഒരു ചെറിയ ഹോട്ടലിലോ പോയിട്ട് ഒരു സീറ്റിൽ പോയി ഭക്ഷണം കഴിക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷേ വലിയ വലിയ റെസ്റ്റോറൻറ്റ്സിൽ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒരിക്കലും ഒരു സിംഗിൾ പേഴ്സൺ ഡൈനിങ്ങിന് എൻ്റർടൈൻ ചെയ്യുന്ന വിധത്തിലല്ല ഇപ്പോൾ ഉള്ളത് മേജർ സിറ്റീസിൽ. ഓക്കെ, പക്ഷേ അതിനകത്തുള്ളൊരു ഡ്രോബാക്ക് ഞാൻ പറയട്ടെ. ഇപ്പോൾ ഏതൊരു സിറ്റിയിലേക്കും പുതുതായിട്ട് വരുന്ന ആളുകൾ, ഇപ്പോൾ സ്റ്റുഡൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, മേ ബി അവർ ഫസ്റ്റ് ടൈം ഒരാളായിട്ടായിരിക്കും വരിക, അല്ലേ? റെയർലി ആണ് അവർ ഒരു ഗ്യാങ് ആയിട്ട് ആദ്യം തന്നെ വരിക. ഫസ്റ്റ് ടൈം ഒരാളായിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നത്. ആ ഒരാൾക്ക് അവിടുത്തെ ആംബിയൻസും അവിടുത്തെ ഫുഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഫുഡ് എന്ന് പറഞ്ഞാൽ ഫുഡ് മാത്രമല്ല, ഫുഡിൻ്റെ ടേസ്റ്റും അതിൻ്റെ കോസ്റ്റ് അതൊക്കെ ഒരു ഫാക്ടറിനോടൊപ്പം തന്നെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നൊരു വലിയൊരു ഒരു വിഭാഗമല്ലേ. അപ്പോൾ ഫുഡ് പ്ലസ് ആംബിയൻസ് പ്ലസ് സർവീസ് എവറിത്തിങ് കംസ് ടു എ ഡീസൻറ്റ് എക്സ്പീരിയൻസ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് അയാൾക്ക് നല്ല രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഹി വിൽ സജസ്റ്റ് ടു ഹിസ് ഫ്രണ്ട്സ് ഓർ ഫാമിലി. അങ്ങനെ അവരൊരു ഗ്യാങ് ആയിട്ട് വരും. അങ്ങനെ ആയിരിക്കും കൂടുതൽ ആളുകൾ എത്തുന്നത്.
അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ സീറ്റിംഗ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ് കൂടി ഇതിനോടൊപ്പം തന്നെ വേണം എന്ന് എനിക്കൊരു ഇതുണ്ട്, ഒരു ഒപ്പീനിയൻ ഉണ്ട്. ഇപ്പോൾ ഇത് എത്രത്തോളം ഒരു സംരംഭകരിലേക്ക് എത്തും ഈ വീഡിയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ എത്തുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അപേക്ഷയാണത്, നിങ്ങളുടെ റെസ്റ്റോറൻറ്റ്സിൽ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്നവർക്കായിട്ടുള്ള ഒരു സീറ്റിംഗ് ഫെസിലിറ്റി വേണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെയുള്ളവർക്ക് അത്തരത്തിലുള്ള സീറ്റിങ്സിന് റെഡി ആയിരിക്കും. അവരിപ്പോൾ വേറൊരു ഫാമിലിയുടെ ഇടയിൽ പോയി ഭക്ഷണം കഴിക്കില്ലല്ലോ. അപ്പോൾ ഫാമിലീസിനെയോ അല്ലെങ്കിൽ ഒരു കപ്പിൾസിനെയോ മാത്രം എൻ്റർടൈൻ ചെയ്യുന്ന വിധത്തിൽ നിങ്ങളുടെ സീറ്റിംഗ് ഫെസിലിറ്റീസ് കൊടുക്കരുത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞങ്ങളെ പോലെ ഒറ്റയ്ക്ക് വരുന്ന ആളുകൾക്ക്, അറ്റ്ലീസ്റ്റ് ഈ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ ഒറ്റയ്ക്ക് വരുന്ന ആളുകൾക്ക് ഞങ്ങൾക്കും കിട്ടേണ്ട ഒരു നല്ല എക്സ്പീരിയൻസ്. പിന്നെ അതിന് ഗ്യാസ് ഷോർട്ടേജ് ഒരു കാരണമാക്കി കാണുന്നതും അല്ലെങ്കിൽ ഫുഡിന് എക്സ്ട്രാ പേയ്മെൻറ്റ് ഈ ഗ്യാസ് ഷോർട്ടേജ് കാരണം വാങ്ങുന്നതും ഒന്നും നല്ല ഒരു രീതിയേ അല്ല. ഓക്കെ, പൈസ കൊടുക്കാൻ റെഡിയാണ് ആർക്കും, പക്ഷേ ഇതൊരു കാരണമാക്കി കണ്ടിട്ട് ഓക്കെ ഞങ്ങൾക്ക് ഗ്യാസ് കിട്ടാനില്ല എന്ന് പറഞ്ഞിട്ട് ഓരോ ഐറ്റത്തിൻ്റെ മേലെ 50 രൂപയൊക്കെ ഈടാക്കുന്ന റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. നമ്മുടെ നാട്ടിലുണ്ടോ എന്നറിയില്ല, ബാംഗ്ലൂരൊക്കെ ഉണ്ട്. ഇതൊക്കെ പകൽ കൊള്ളയല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. അപ്പോൾ കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എനിക്ക് നേരിടേണ്ടി വന്നു. പക്ഷേ ഞാൻ ടേക്ക് അവേ എടുത്ത് പോയി വേറെ ഹോട്ടലിൽ പോയിട്ട്, അവരുടെ ഹോട്ടലിലെന്നല്ല, വേറെ ഒരു മലയാളി ഹോട്ടലിൽ നിന്ന് ടേക്ക് അവേ എടുത്ത് എൻ്റെ റൂമിൽ പോയി ഭക്ഷണം കഴിച്ച് അതിനുശേഷം ഞാൻ തിരിച്ച് വീട്ടിലെത്തി. ഹെൽത്ത് അത്ര ഓക്കെ ആയിരുന്നില്ല, ഇപ്പോൾ കുറച്ച് ബെറ്ററായി വരുന്നു. അപ്പോൾ അതിനുശേഷം ഒന്ന് സ്റ്റെബിലൈസ് ആയതിനു ശേഷം നമുക്ക് യാത്രകൾ വീണ്ടും ചെയ്യാം. ഇപ്പോൾ വിഷു ഒക്കെ വരികയല്ലേ, വിഷു ഒക്കെ കഴിഞ്ഞിട്ട് യാത്രകളുമായി മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചോദിക്കുന്നത് കേട്ടോ. ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചാൽ ഒരുപാട് നന്ദി. സോ മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.